உறக்கத்திலே வருவதல்ல கனவு, உன்னை என்னை உறங்க விடாமல் செய்வதுதான் கனவு. ഒരു കുട്ടിയുടെ 360 ഡെവലപ്മെൻറ്റ്, അതാണ് CBSE നമ്മളെ പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് വളരെ സൗഹൃദമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ട്രാവലേഴ്സ് എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ കവർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് കണിച്ചുളങ്ങര VNS സ്കൂളിൽ സയൻസ് എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പെട്ടെന്ന് അവിടുത്തെ മിസ്സ് നമ്മളെ ഒന്ന് വിളിച്ചു. അവിടുത്തെ കുട്ടികളുടെ ആ ഒരു സയൻസ് എക്സിബിഷൻ കവർ ചെയ്യാനായിട്ട് നമ്മളുടെ കുഞ്ഞി ചാനലിനെ അവർ വിളിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് VNS സ്കൂളിലാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ആ കുട്ടികളുടെ പുതുതായിട്ട് അവർ ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് ഓടിച്ചൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, സാർ നമസ്കാരം. ഇന്നിപ്പോൾ പെട്ടെന്നൊന്ന് ഓടിയെത്തിയതാണ് നമ്മുടെ സ്കൂളിലെ സയൻസ് എക്സിബിഷൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ കാര്യങ്ങളൊന്ന് കവർ ചെയ്യാനായിട്ട്. അപ്പോൾ സാർ പറയും, നമ്മളിപ്പോൾ എത്ര വർഷമായിട്ട് ഇപ്പോൾ എല്ലാ വർഷവും നടത്തുന്ന ഒരു സംഭവമാണ് ഇത്? എന്തായാലും വിളിച്ച ഉടനെ വന്ന് സഹകരിച്ചതിൽ വളരെ നന്ദിയുണ്ട്. താങ്ക് യു. എല്ലാ വർഷവും മുടങ്ങാതെ ഞങ്ങൾ ഈ സയൻസ് എക്സിബിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളിലുള്ള വാസന, അത് ഇൻബോണായിട്ടുള്ള ടാലൻസ് എല്ലാം പ്രദർശിപ്പിക്കാനുള്ള വേദിയായിട്ട് ഞങ്ങളിതിനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിൽ ധാരാളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അവരെ പ്രചോദിപ്പിക്കാനായിട്ട് ടീച്ചേഴ്സുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, ഞങ്ങളുടെ പ്രിൻസിപ്പലുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സയൻസ് എക്സിബിഷൻ എല്ലാ വർഷവും മുടങ്ങാതെ നടന്നു പോകുന്നത്. അതായത് ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ടുള്ള AI, അതുപോലെ തന്നെ റോബോട്ടിക്സ്, ഇത് രണ്ടും നമ്മൾ പ്രത്യേകമായിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവരുടെ സ്റ്റാളും ഉണ്ടായിരുന്നു. കുട്ടികൾ തന്നെ നിർമ്മിച്ച പല കാര്യങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അതിലൊക്കെ ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കുട്ടികൾക്ക് വളരെ സൗഹൃദമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. അങ്ങനെ കാര്യം നടത്തിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്ന് ഉള്ള കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് ഞങ്ങൾ കണ്ടപ്പോൾ അവർ ഓരോ പ്രോജക്റ്റും എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു ആളെ കാണാനുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ സൂസൻ മാഡമാണ്. സൂസൻ മാഡം അവിടെ അകത്ത് കുറച്ച് തിരക്കിലാണ്. സൂസൻ മാഡമാണ് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൂസൻ മാഡത്തിൻ്റെ അടുത്തേക്ക് പോകാം. ഓക്കെ, കമോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൂസൻ മാഡം. സൂസൻ മാഡം, നമ്മുടെ ഒരു കുഞ്ഞി ചാനലിലേക്ക് സ്വാഗതം. VNS സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ഇവിടെ സ്ട്രെസ് ഫ്രീ അറ്റ്മോസ്ഫിയറാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാം ഒരു സെലിബ്രേഷനാണ്. അപ്പോൾ ഈ എക്സിബിഷൻ ഓൾസോ ഈസ് എ കൈൻഡ് ഓഫ് സെലിബ്രേഷൻ. അവർ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് അത് അവരൊരു പ്രവൃത്തി പരിചയമേളയിലൂടെ അത് പഠിച്ച കാര്യങ്ങൾ അവർ പ്രവൃത്തിയിലൂടെ ചെയ്തു കഴിയുമ്പോൾ ഒരിക്കലും മറക്കില്ല, മനസ്സിൽ പതിയും. അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്പോ നടത്തുന്നത്. എക്സ്പോയ്ക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ കുറേ സ്റ്റോൾസ് ഉണ്ട് ഞങ്ങൾക്ക്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വിൻഡോ ടു ദ ഫ്യൂച്ചർ. നമ്മുടെ സ്കൂളിൽ ഒരു വർഷമായിട്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ റോബോട്ടിക്സിൻ്റെ ലാബ് പ്രവർത്തിക്കുന്നുണ്ട്. അക്കദേവോ ലാബ്സ് ഉണ്ട്. ആ ലാബിൽ 4ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ഘട്ടം ഘട്ടമായി റോബോട്ടിക്സിൻ്റെയും AIയുടെയും വിവിധ ഘട്ടങ്ങൾ പഠിപ്പിക്കുകയും 9ാം ക്ലാസ് ആകുമ്പോൾ അവർ പൂർത്തിയാക്കിയ ആ മോഡ്യൂൾസ്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കുട്ടികൾക്ക് കിട്ടും. അത് ഭാവിയിൽ അവർക്കൊരു ജോലി സാധ്യത കൂട്ടും. അതുപോലെ 10th സ്റ്റാൻഡേർഡ് പരീക്ഷ പാസ്സാകുന്ന കുട്ടികൾ AIയുടെ 6th സബ്ജക്റ്റായിട്ട് എടുത്ത് അതിൻ്റെ മാർക്കും കൂടി അവിടെ മാർക്ക് ഷീറ്റിലുണ്ടാവും. ഈ AI വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞത്. സയൻസ് എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റിയുടെ സബ്ജക്റ്റാണ്. കുട്ടികളുടെ ക്യൂരിയോസിറ്റി, അവരുടെ ജിജ്ഞാസ ഉണർത്തുകയും അവരുടെ സംശയങ്ങളെല്ലാം അവരുടെ പ്രവൃത്തിയിലൂടെ അതിനുള്ള മറുപടി കണ്ടെത്തുകയും ചെയ്യുന്നതാണ് സയൻസിൻ്റെ സ്റ്റാളിൽ കാണുന്നത്. പിന്നെ ആർട്സിൻ്റെ സ്റ്റോളുണ്ട്. ആർട്സ് സ്റ്റോൾ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ആർട്ടിസ്റ്റിക് ടാലൻസ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് സയൻറ്റിസ്റ്റും ഡോക്ടറും എഞ്ചിനീയറും ആകേണ്ടവരൊന്നുമല്ല. ആർട്ടിസ്റ്റിക് ടാലൻസിന് നമ്മളൊരു എപ്പോഴും ഇവിടെ ഒരു സ്പേസ് കൊടുക്കാറുണ്ട്. ഒരു കുട്ടിക്ക് ഏതെല്ലാം മേഖലയിൽ ആർട്ടിസ്റ്റ് ആകാമോ അതിൻ്റെ എല്ലാം ചെറിയ ചെറിയ മോഡൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു കാണും. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയുടെ 360 ഡെവലപ്മെൻറ്റ്. അതാണ് CBSE
നമ്മളെ പഠിപ്പിക്കുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ ഒരു കുട്ടിയുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ എക്സിബിഷൻ്റെ കാര്യം ഇത്രയും ഞാൻ പറഞ്ഞു. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്കിവിടെ കാണാമല്ലോ. കുട്ടികളുണ്ടാക്കിയ പൂന്തോട്ടമൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പ്രത്യേകം തോട്ടക്കാരനൊന്നുമില്ല. എൻവയൺമെൻറ്റ് ക്ലബ്ബ് ഉണ്ടാക്കിയ ജമന്തി തോട്ടം ഇവിടെ കാണാം, ബട്ടർഫ്ലൈ ഗാർഡൻ കാണാം. കുട്ടികളുടെ ഒരു ഹാപ്പിനെസ്, ജോയ്ഫുൾ ലേണിംഗ് അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇതെല്ലാം കൊണ്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ജോയ്ഫുൾ ലേണിംഗ് അറ്റ്മോസ്ഫിയറിലൂടെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങളെല്ലാം അവർ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു മാഡം. അപ്പോൾ മാഡത്തിൻ്റെ ആ ഒരു വിലയേറിയ സമയം, കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് ഒത്തിരി നന്ദി. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതേപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ തുടരെ വീണ്ടും നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകട്ടെ. അത് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ 2 കുട്ടികൾ ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് അഭിമാനമാണ്. അതെ അതെ അതെ, അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.